ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേൻ്റെ കോൺഫറൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. ഞങ്ങളൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞങ്ങളുടെ കാലിക്കാരുടെ ലീഡർഷിപ്പിലാണ് പോകുന്നത്. ഇപ്പോൾ ചേട്ടായി കൊണ്ട് ആ സെക്യൂരിറ്റിക്ക് ബാഗ് അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക സെക്യൂരിറ്റിക്ക് എടുക്കാനായിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇവിടെ എന്തുണ്ടെങ്കിലും ഇതൊരു ആചാരമാണ്. നമ്മളെ ഫുൾ സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തിയിട്ടാണ് നമ്മളെ അവർ വിടത്തുള്ളൂ. ഇവിടുന്ന് നമ്മളെങ്ങാനും പൊക്കിയാൽ നമ്മുടെ പണി തീർന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററൊക്കെ ഇറങ്ങി നമ്മൾ പോവുകയാണ്. എങ്ങോട്ട്? ഇന്ത്യ ഗേറ്റ് കാണാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ റിസും ഖാലിദ്ബ്രി ഒന്ന് സ്റ്റക്കായി മാപ്പ് പഠിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മെട്രോയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് നടക്കുന്നത്. അവിടെ ഓറഞ്ച് ഫുട് പ്രിൻറ്റ്സ് കാണാം. അപ്പോൾ എൻ്റെ റിസു പറഞ്ഞു അതിൽ കൂടെ ഇങ്ങനെ ചാടി ചാടി നടക്കാനാണ് ആ വര വരച്ചിട്ടിരിക്കുന്നതെന്ന്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ നേരം ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളെവിടെ എത്തിയിട്ടില്ല. കാരണം ഇത് അങ്ങോട്ടേക്ക് പരന്ന് കിടക്കുവാണ്. അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ട്. ആചാര്യം കണ്ടിന്യൂസ്. ഇതൊരു കോമൺ ആചാരമാണ് ഗായ്സ്. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങൾ മെട്രോയിൽ കയറി. മെട്രോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ദൈവമേ ജനസമൂഹം ഫുൾ ക്രൗഡ്, നിൽക്കാനും ഇറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഇരുട്ടിയിരിക്കുന്നു. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിൽ പോയി കുറച്ച് നേരത്തേക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ ഇരുന്നു കഴിച്ച് ആ ബ്യൂട്ടിഫിക്കേഷൻ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ ആ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ ഡൽഹിയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാണാൻ പോവാണ്. ഇന്ത്യ ഗേറ്റ് കാണാൻ വന്നതാണ്. ഇന്ത്യ ഗേറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഐസ്ക്രീം, ഫുഡ് നിങ്ങൾ കണ്ടില്ലേ, ബാക്കിയെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് നടക്കണം ഇന്ത്യ ഗേറ്റിലോട്ട്. ഇവരൊക്കെ ഒന്ന് കഴിച്ചു കഴിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്ഥലത്ത് കുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, വേണ്ട. പക്ഷെ ഒരു രസമാണ് കേട്ടോ, നൈറ്റ് രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യ ഗേറ്റ് എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആ ഗേറ്റ് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? അതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. വാട്ട് എ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോകണം. എവിടെയാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ. ഞങ്ങൾ കോൺഫറൻസ് കഴിഞ്ഞ് നേരെ ഇറങ്ങിയതാണ് കറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മെട്രോ എല്ലാം കിട്ടി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഈ സമയമായി. ബട്ട് അതുകൊണ്ട് എന്താ ഇത്ര നല്ല വ്യൂ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഡിന്നർ കഴിക്കുന്നു, ഹോട്ടലിൽ പോകുന്നു. അപ്പം നാളെ മുതൽ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻസ് എവിടെയാണോ, അപ്പം നാളെ മുതൽ നമ്മൾ ആ വീഡിയോ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഒന്ന് സ്റ്റക്കായി നിങ്ങൾ കാണാൻ കാരണം നമ്മൾ മലയാളികളില്ലാന്ന് ഓർത്ത് നല്ല അടിപൊളിയായിട്ട് വ്ളോഗ് എടുത്ത് നടക്കുമായിരുന്നു. ഇല്ല, മലയാളികൾ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ആരും ഇല്ല എന്നുള്ള രീതിയിൽ നല്ല കൂളായിട്ടായിരുന്നു ഞാൻ ഇതിലെ കൂടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇടയിൽ വെച്ച് കുറേ ചെക്കന്മാർ വന്ന് യൂട്യൂബറാണോ എന്ന് ചോദിച്ച് ഞാൻ പെട്ടു ഗൈസ്. അത്ര ധൈര്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇടയ്ക്ക് വെച്ച് എൻ്റെ വീഡിയോ നിന്ന് പോയത്. സോ അപ്പം നാളെ നമ്മൾ അടുത്ത പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അത് കാണുക. അപ്പം എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക. എന്നാലാണ് നമ്മൾ അടുത്ത് എവിടെയാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകത്തുള്ളൂ. അപ്പം ടിൽ ദെൻ ബൈ.